ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്താണ് ഐശ്വര്യ എന്നെ വിളിക്കുന്നത്. നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ പോയാലോ? ആളുടെ ചേട്ടന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഇരിക്കുന്നതാ. അപ്പോൾ ആൾ പറഞ്ഞ ഉടനെ തന്നെ ഓക്കെ പറഞ്ഞു. ഞാൻ ഇറങ്ങി. നമ്മൾ രണ്ടുപേരും സ്റ്റുഡിയോയിലേക്ക് നടന്നു. ഇവിടെ നല്ല ഒരുപാട് ട്രെൻഡി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും സ്റ്റുഡിയോയിൽ പോകുന്നത് നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള മോഡൽ ഡ്രസ്സ് ഐറ്റംസ് സെലക്ട് ചെയ്യാൻ തന്നെ ആവണം. നോർമൽ കടയിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ വെറൈറ്റി ഐറ്റംസ് സ്റ്റുഡിയോയിൽ കാണും. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് ഐറ്റംസ്, കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് മേക്കപ്പ് ഐറ്റംസ് ആണ്. നല്ല വെറൈറ്റി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് ആണ് എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു. ഞാനതിൽ ഒരു ഐ ഷാഡോയും ഒരു കൺസീലറും വാങ്ങിയായിരുന്നു. എനിക്ക് ഈ രണ്ട് സാധനവും ഞാൻ ഉപയോഗിക്കാത്തതാണ്. പക്ഷെ അത് ട്രയൽ ഉണ്ടായിരുന്നു. ആ ട്രയൽ നോക്കിയതിനേക്കാൾ കോമഡി ആയിരുന്നു. പക്ഷെ ട്രയൽ നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എടുത്തത്. എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ വാങ്ങുന്നില്ലെങ്കിലും എടുത്ത് നോക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം തോന്നും. പക്ഷെ ഞാൻ വാങ്ങിച്ചു. ഇതിപ്പോൾ ഐശ്വര്യയുടെ ചേട്ടൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഞാൻ എനിക്ക് പറ്റിയ സാധനങ്ങളാണ് എടുത്തത് കേട്ടോ. ആ സമയം മൊത്തം ഐശ്വര്യ ചേട്ടനെ നോക്കുന്നതിന് പകരം ആ മൊത്തം സമയം മേക്കപ്പ് ഐറ്റംസ് നോക്കാനാണ് ചിലവഴിച്ചത്. എന്തായാലും സ്റ്റുഡിയോയുടെ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പല കളേഴ്സിലുള്ള ഐലൈനർ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. ഞാൻ അതിൻ്റെയും ട്രയൽ നോക്കിയായിരുന്നു. നോർമലി ഞാൻ സാധാരണ ബ്ലാക്ക് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ആൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിൽ. അതിന് പുറത്താണ് ട്രയൽ നോക്കിയത്. ആകെ കുളമായി എന്ന് തന്നെ പറയാം. അവസാനം അത് മായ്ക്കാൻ കുറച്ച് പാടുപെട്ടു. പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്ത് നോക്കിയതാണ്. അതുപോലെ ഫൗണ്ടേഷൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റുഡിയോയിലാണ്. പറയൂ ഐശ്വര്യ, പറയൂ. വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് വാങ്ങുന്നത് ആർക്കാണ്? എനിക്കല്ല കേട്ടോ. നാളെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഐശ്വര്യയുടെ ചേട്ടന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഇതിനിടയിൽ ക്യൂടെക്സ് ഉണ്ടായിരുന്നു. ഒരുപാട് കളേഴ്സിലുള്ള ക്യൂടെക്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൾറെഡി ഞാൻ റെഡ് ക്യൂടെക്സ് കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറത്താണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. ഐശ്വര്യയും ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി കളേഴ്സായിരുന്നു. പല കളറിലുണ്ടായിരുന്നു. നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആലപ്പുഴയിലുള്ളവരാണ് എങ്കിൽ സ്റ്റുഡിയോ ആലപ്പുഴയിലാണ്. ഇത് ആലപ്പുഴയിലെ സ്റ്റുഡിയോയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ, കാരണം നമുക്കിപ്പോൾ ക്യൂടെക്സ് ആയാലും നമുക്ക് വെറൈറ്റി ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് സ്റ്റുഡിയോയിൽ കയറി നോക്കാവുന്നതാണ്. ഒരുപാട് നമുക്ക് കളക്ഷൻസ് കിട്ടും. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അധികം കളക്ഷൻസ് ഉണ്ട്. എന്നാലും അധികം കളക്ഷൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റുഡിയോ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെയും കയറി നോക്കാവുന്നതാണ്. ആക്ച്വലി എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല മോഡൽ ഐറ്റംസ് ആണ്. കൂടുതലും ട്രെൻഡി ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് സ്റ്റുഡിയോ. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവസാനം ഐശ്വര്യയുടെ ചേട്ടന് പറ്റിയ ഡ്രസ്സ് നോക്കാൻ പോവുക. വാലന്റൈൻസ് ഡേ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. പക്ഷേ എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഐശ്വര്യയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിതിൽ 2-3 ഐറ്റംസ് ഒക്കെ എൻ്റെ ഒരു വൈബിനനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഐശ്വര്യയുടെ വൈബിനനുസരിച്ച് ഐശ്വര്യയുടെ മനസ്സിനൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൾറെഡി അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഒരു ഡ്രസ്സും കിട്ടിയില്ല. അതെ, മാച്ചിനായിട്ടുള്ള ഒരു ഡ്രസ്സും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. എന്നിട്ട് എവിടെയാണ് കയറാൻ പോകുന്നത്?
എന്ന് പറയുന്ന ഒരു ഇതേപോലെ ഒരു സ്റ്റുഡിയോ പോലെ ഒരെണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റൈൽ യൂണിയൻ. ഇത് സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് തന്നെയാണ്. സ്റ്റുഡിയോയിൽ വരുന്നവർ സ്റ്റൈൽ യൂണിയനിൽ ഒന്ന് കയറി നോക്കുക. സ്റ്റൈൽ യൂണിയനിൽ ഒരുപാട് ഇതേപോലെ തന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ ഇല്ലാത്ത മോഡൽസും സ്റ്റൈൽ യൂണിയനിലുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോ പോലെ തന്നെയാണ്. നമ്മൾ അതിൽ കയറിയിരിക്കുന്നത് സ്റ്റൈൽ യൂണിയനിലേക്കാണ്. ഇവിടെ നമുക്ക് തപ്പാം. ഐശ്വര്യ ചേട്ടനുള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ടോ നമുക്ക് തപ്പാം. ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും അല്ലേ ഐശ്വര്യ? അല്ലേ പറയൂ ഐശ്വര്യ. അതെ, ഇവിടെ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യയുടെ ചേട്ടനുള്ള നല്ല ഡ്രസ്സ് ഇവിടെ ഉണ്ടാകും, നല്ല ഷർട്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള ഷോപ്പിംഗ് മാളുകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് ഞാൻ വേറെയും വെറൈറ്റി ഷോപ്പിംഗ് മാൾസ് എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ പോവുകയാണ്. ഐശ്വര്യയ്ക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. ഹലോ, അപ്പോൾ ഐശ്വര്യയ്ക്ക് ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. നാളെ വാലന്റൈൻസ് ഡേ അടിച്ചു പൊളിക്കാനായിട്ട് ഉള്ള ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. അവരുടെ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ്. കണ്ടോ, ഹാപ്പി കസ്റ്റമർ, ഹാപ്പി ആയിരിക്കുകയാണ്. അതെ, ഇവിടുന്ന് സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ നല്ലതൊന്നും കിട്ടിയില്ല. ഇതേതായിരുന്നു? സ്റ്റൈൽ യൂണിയൻ അല്ലേ? സ്റ്റൈൽ യൂണിയനിൽ വന്നപ്പോൾ ഐശ്വര്യക്ക് പറ്റിയ ഡ്രസ്സും കിട്ടി. ഐശ്വര്യ ഹാപ്പിയായി. അപ്പോൾ നാളെ